കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വീരമൃത്യു വരിച്ച സൈനികർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം അതിഥികളെയും നാട്ടുകാരെയും പരിചയപ്പെടുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ, നമുക്കൊപ്പം ആർ രാധാകൃഷ്ണൻ കൂടി തത്സമയം ചേരുകയാണ്. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോൾ കാർഗിൽ സ്വീകരിച്ചിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരിടമാണ് കാർഗിലിലെ യുദ്ധസ്മാരകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിന് മുമ്പ് കാർഗിലിലെ യുദ്ധസ്മാരകത്തിൽ ധീരരായിട്ടുള്ള നമ്മുടെ വീരമൃത്യു വരിച്ച കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹം അല്പസമയം മൗനം പാലിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വീരമൃത്യു വരിച്ച ഓരോരുത്തരുടെയും പേര് വിവരങ്ങൾ അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ആ കുത്തിവെച്ചിരിക്കുന്ന പേര് വിവരങ്ങൾ ഒക്കെ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് എത്തിച്ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഈ യുദ്ധസ്മാരകത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പമാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ മറ്റു പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ചടങ്ങുകളുടെ ഭാഗമാകാൻ ഇന്നലെ മുതലാണ് കാർഗിലിലെ വിജയ് ദിവസ ആഘോഷങ്ങൾ 25ാം വിജയ് ദിവസ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ച ആയിട്ടാണ് ഇന്നത്തെ പരിപാടികൾ നടക്കുന്നത്. നമ്മൾ ഇന്നാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് 1999 കാർഗിൽ യുദ്ധത്തിൻ്റെ വിജയ ദിവസം അല്ലെങ്കിൽ വിജയിച്ചു എന്ന പ്രഖ്യാപനം നമ്മൾ നടത്തിയത്. അതിന് അനുസ്മരിക്കുന്ന ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം നൽകുന്ന സൈനിക പോരാട്ട ഓർമ്മകളിൽ ഒന്നാണ് കാർഗിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള അന്തരീക്ഷം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീരമൃത്യു വരിച്ച സൈനികരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതം നമുക്ക് മുന്നിൽ വരയ്ക്കിച്ച് ഇടുന്ന വിധത്തിലാണ് ആ ബന്ധുക്കളുടെ സാന്നിധ്യം അവിടെ ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലിലെ യുദ്ധസ്മാരകത്തിൽ ദ്രാസിലാണ് ഈ യുദ്ധസ്മാരകം കാർഗിൽ യുദ്ധസ്മാരകം നിലകൊള്ളുന്നത്. അവിടെ എത്തി ഈ 25 വർഷത്തെ ഓർമ്മകൾ അദ്ദേഹം അതിൻ്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഈ കാർഗിൽ യുദ്ധസ്മാരകം അദ്ദേഹം കഴിഞ്ഞ പ്രധാനമന്ത്രി എന്ന രീതിയിൽ ചുമതല ഏറ്റതിന് ശേഷം അദ്ദേഹം ഏതാണ്ട് 8ഓളം തവണ ഈ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ എത്തിയിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. അദ്ദേഹം ഈ 25ാം വാർഷിക ദിവസത്തിൽ അദ്ദേഹം തന്നെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ ഇവിടെ എത്തിയിരിക്കുന്നവരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല ഈ കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന പദ്ധതിയുടെ ഉദ്ഘാടനത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഷിങ്കുൻല തുരങ്ക പദ്ധതികളുടെ ആദ്യ സ്ഫോടനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നടത്താനായി പോവുകയാണ്. വെർച്വലായിട്ടാണ് അദ്ദേഹം ആ സ്ഫോടനം നടത്താൻ പോകുന്നത്. ഏറെ പ്രാധാന്യമുണ്ട് ഈ പദ്ധതിക്ക്. അത് പ്രതിരോധപരമായിട്ടുള്ള പ്രാധാന്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. സൈന്യത്തിന് വേഗത്തിൽ ഈ മേഖലകൾ ഈ വലിയ മലനിരകളെ തമ്മിലുള്ള മേഖലകൾ കടന്നുകൊണ്ട് പരസ്പരം ബന്ധിക്കാൻ
ഉതകുന്ന ഒന്നാണ് ഈ ഷിങ്കുള്ള തുരങ്ക പദ്ധതി. ഈ ഷിങ്കുള്ള തുരങ്ക പദ്ധതിയിൽ നിമ്മു പിദ്ദും ദാർച്ച റോഡിൽ ഏകദേശം ഏതാണ്ട് 18,800 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന 4.1 കിലോമീറ്റർ വരുന്ന ഇരട്ടക്കുഴൽ തുരങ്കം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റവും ഉയരത്തിലുള്ള തുരങ്കമായി അത് മാറും. അതായത് ഈ കാർഗിൽ വിജയ് ദിവസിൽ ഈ പരിപാടിക്ക് തുടക്കം നൽകിക്കൊണ്ട് കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ഉള്ള ഒരു ഓർമ്മ കൂടിയാക്കി ആ വലിയ പദ്ധതിയെ മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ രാജ്യം ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള തുരങ്കമായിട്ടാണ് ഈ നിമ്മു പദ്ദം ദാർച്ച റോഡിലെ ഈ തുരങ്കം മാറാനായിട്ട് പോകുന്നത്. ഒരു വലിയ ത്തിലെ ഏറ്റവും വലിയ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന് പറയാവുന്ന വിധത്തിലായിരിക്കും ആ പ്രവൃത്തികൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ സ്ഫോടനമാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം നടത്താനായി പോകുന്നത്. വെർച്വലായിട്ടായിരിക്കും അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം, ആ സ്ഫോടനം നടത്താനായിട്ട് പോകുന്നത്. ഷിങ്കുള്ള തുരങ്കം നമ്മുടെ സായുധ സേനകളുടെ ഉപകരണങ്ങളുടെ വേഗത്തിലുള്ള വിനിമയം, പരസ്പരമുള്ള മേഖലകളിലേക്കുള്ള വിനിമയം അത് വേഗത്തിലാക്കും. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി. അവിടെ വീരമൃത്യു വരിച്ച സൈനികർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു.